ഹായ് മച്ചമ്മരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ ഒരു കിടിലൻ ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്. അട്രാക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? സംഭവം എന്തു ആകാം, പക്ഷേ ഒരു കാര്യം ഉറപ്പാ, അട്രാക്റ്റീവായ എന്തിനും എപ്പോഴും കൂടുതൽ അറ്റൻഷൻ കിട്ടും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സാണ് പറയാൻ പോകുന്നത്. ഇതങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി, പിന്നെ നിങ്ങളെ കാണാൻ ഒരു പ്രത്യേക അട്രാക്ഷൻ ആയിരിക്കും. എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടും, കൂടെ കൂടാനും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. കാരണം നിങ്ങൾ അത്രയ്ക്ക് അട്രാക്റ്റീവായി മാറിയിട്ടുണ്ടാകും. ഈ ഡ്രസ് ഇട്ടാൽ ഹാൻസം ആകും, അട്രാക്റ്റീവ് ആകും, ഡ്രസ്സിംഗ് സെൻസ് നന്നായിരിക്കണം അട്രാക്റ്റീവ് ആകാൻ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, അട്രാക്റ്റീവായി തോന്നുന്നതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസ് എത്ര കിടിലനാണെങ്കിലും എത്ര വില കൂടിയ ഡ്രസ് ഇട്ടാലും നിങ്ങൾ അട്രാക്റ്റീവായി തോന്നില്ല. നിങ്ങളുടെ ഈ 5 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ പൊളിയാകും. ഏതൊക്കെയാണ് ആ 5 കാര്യങ്ങൾ? ബോഡി, സ്കിൻ, ഹെയർ, ഹോർമോൺസ്, കമ്മ്യൂണിക്കേഷൻ. അട്രാക്റ്റീവ് ആകണം, സുന്ദരനായി കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ബോഡി ശ്രദ്ധിക്കണം. വർക്കൗട്ട് ചെയ്യുക. അതിനർത്ഥം ദിവസം മുഴുവൻ ജിമ്മിൽ കിടക്കണമെന്നല്ല. ആഴ്ചയിൽ വെറും 3 ദിവസം മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി. പുഷ്, പുൾ, ലെഗ്സ് വർക്കൗട്ട് റൂട്ടീൻ ഫോളോ ചെയ്യുക. ഒരു രക്ഷയില്ലാത്ത ബോഡി നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് ഈ പുഷ് പുൾ ലെഗ്സ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ദിവസം 1 ചെസ്റ്റ്, ഷോൾഡേഴ്സ്, ട്രൈസെപ്സ് എന്നിവ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുക. ദിവസം 2 ബാക്ക് മസിൽസും ബൈസെപ്സ് മസിൽസും ഒരുമിച്ച് ട്രെയിൻ ചെയ്യുക. ദിവസം 3 ലെഗ്സ് ട്രെയിൻ ചെയ്യുക. ആഴ്ചയിൽ ഈ 3 ദിവസം മാത്രം വർക്കൗട്ട് ചെയ്യുക. ബാക്കി 4 ദിവസം റെസ്റ്റ് എടുക്കുക. നിങ്ങളുടെ ബോഡി പിന്നെ വേറെ ലെവലാകും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, കൺസിസ്റ്റൻസിയാണ് മെയിൻ. ഒരു മാസം ഒരാഴ്ച വർക്കൗട്ട് ചെയ്തു, അടുത്ത ആഴ്ച റെസ്റ്റ് എടുത്തു എന്ന മട്ടിലാവരുത്. നല്ല മസിൽസ് വരണമെങ്കിൽ കൺസിസ്റ്റൻസി മസ്റ്റാണ്. രണ്ടാമത്തെ കാര്യം സ്കിൻ ശ്രദ്ധിക്കുക എന്നതാണ്. ഇത് ശരിക്കും ഒരു ബിഗ് ഡീലാണ് കേട്ടോ. നിങ്ങൾ കറുത്തവരാണോ വെളുത്തവനാണോ എന്നത് ഒരു വിഷയമേ അല്ല. നിങ്ങളുടെ സ്കിന്നിന്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ, ഗ്ലോയിങ് സ്കിൻ ആണെങ്കിൽ, ഗ്ലാസ് സ്കിൻ പോലെ ആണെങ്കിൽ, നിങ്ങളുടെ കളർ എന്ത് തന്നെ ആയാലും നിങ്ങൾ അട്രാക്റ്റീവായി തോന്നും. ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കണം. സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാതെ സ്കിൻ കെയർ ചെയ്യാൻ നോക്കുന്നത് കുറച്ച് പാടാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ അതിൽ കൂടുതൽ മോയ്സ്ചറൈസറും എണ്ണയും ഉപയോഗിച്ചാൽ പിമ്പിൾസ് വരാൻ തുടങ്ങും. നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ അതിൽ സ്ക്രബ് ചെയ്യാൻ തുടങ്ങിയാൽ സ്കിന്നിൽ റെഡ്നെസ്സും ഡ്രൈനെസ്സും ഉണ്ടാവും. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്കിൻ തിളങ്ങാനും അട്രാക്റ്റീവ് ആകാനും എന്ത് ചെയ്യണം? ഒന്നാമതായി, നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പ് ആണെങ്കിലും അത് ക്ലീൻ ആയി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇതിനുള്ള ഏറ്റവും നല്ല വഴി ഹാംഫുൾ കെമിക്കൽസ് ഇല്ലാത്തതും നമ്മുടെ സ്കിന്നിന് മാച്ച് ആകുന്നതുമായ ഒരു ഫേസ് വാഷ് കണ്ടെത്തുക എന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം, മുടി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മുഖം അട്രാക്റ്റീവ് ആണോ അല്ലയോ എന്നതിനെ സ്വാധീനിക്കുന്നതിൽ നിങ്ങളുടെ മുടിക്ക് വലിയൊരു റോളുണ്ട്. നിങ്ങളുടെ മുടി നല്ലതല്ലെങ്കിൽ, ശരിയായി ഒതുക്കിയിട്ടില്ലെങ്കിൽ, ട്രിം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അട്രാക്റ്റീവായി തോന്നില്ല. മുടി ഹെൽത്തിയാക്കാൻ ആഴ്ചയിൽ കുറഞ്ഞത് 2 തവണ ഓയിൽ തേച്ച് മസാജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആഴ്ചയിൽ 2 തവണ മാത്രം ഷാംപൂ ചെയ്യുക. അത് കൂടുതൽ ഷാംപൂ ചെയ്താൽ മുടിക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഓയിൽ തേച്ച് മസാജ് ചെയ്യുന്നതിന്റെ അടുത്ത ദിവസം മുടി കഴുകുക. ഇങ്ങനെ ചെയ്താൽ ആഴ്ചയിൽ 2 ദിവസം മുടിയിൽ ഓയിൽ മസാജ് ചെയ്യാനും 2 ദിവസം ഷാംപൂ ഉപയോഗിക്കാനും പറ്റും. ഓയിൽ മസാജ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണയാണ്. കാരണം അതിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇത് മുടിയെ ഹെൽത്തിയാക്കുകയും കട്ടിയുള്ളതാക്കുകയും ചെയ്യും. അതുവഴി നിങ്ങളുടെ തലയിൽ മുടി കൂടുതൽ ഡെൻസായി കാണപ്പെടും. ഈ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. തലയിലെ മുടി ഹെൽത്തിയാക്കുക മാത്രമല്ല വേണ്ടത്, നിങ്ങളുടെ താടിയിലെയും മീശയിലെയും മുടിയും ശ്രദ്ധിക്കണം. അതിലും നിങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്യാൻ വെളിച്ചെണ്ണ മതിയാകും. എന്നാൽ നിങ്ങൾക്ക് താടിയും മീശയും വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറവാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോൺ അളവ് ശരിയായി വർദ്ധിപ്പിച്ചാൽ മാത്രമേ താടിയും മീശയും നന്നായി വളരുകയുള്ളൂ. നമ്മുടെ അടുത്ത പോയിന്റ് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, താടി മീശ വരുന്നില്ലെങ്കിൽ, മസിൽ കൂട്ടാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കുറവാണെന്നാണ്. ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാൻ വളരെ നല്ല ചില വഴികൾ ഞാൻ പറയാം. നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ വേഗത്തിൽ വർദ്ധിപ്പിക്കുന്ന ചില ഭക്ഷണങ്ങൾ. ഡാർക്ക് ചോക്ലേറ്റ്, ഇത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ കൂട്ടും. മുട്ടയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ടെസ്റ്റോസ്റ്റിറോൺ കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. പാൽ ഉൽപ്പന്നങ്ങൾ. പാലിൽ നിന്നുണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും കഴിക്കുന്നതും പാൽ കുടിക്കുന്നതും നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ വർദ്ധിപ്പിക്കും. ഇത് ബോഡിക്ക് പ്രോട്ടീൻ നൽകുകയും മസിൽ കൂട്ടാൻ സഹായിക്കുകയും ചെയ്യും. മീനോ അല്ലെങ്കിൽ ചിക്കനോ. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ മീനോ ചിക്കനോ യൂസ് ചെയ്യാം. മീനിലും ചിക്കനിലും ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് മസിൽ കൂട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ 2-3 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. മസിൽ ഗ്രോത്ത് വേഗത്തിലാക്കാനും വേഗത്തിൽ റിക്കവർ ചെയ്യാനും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. ചിലപ്പോൾ പോൺ അഡിക്ഷനും അല്ലെങ്കിൽ ഓവറായിട്ടുള്ള മാസ്റ്റർബേഷനും ഒക്കെ നിങ്ങളുടെ ഹോർമോൺ ബാലൻസിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ശീലങ്ങൾ കാരണം ചിലപ്പോൾ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇടപഴകാൻ ബുദ്ധിമുട്ട് പോലുള്ള പ്രശ്നങ്ങളും വന്നേക്കാം.
എന്നാൽ നിങ്ങൾക്ക് ഈ പോൺ അഡിക്ഷനും മാസ്റ്റർബേഷൻ പ്രശ്നങ്ങളുമൊക്കെ ഓവർകം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു പ്രോഗ്രാം റെഡിയാക്കിയിട്ടുണ്ട്. വെറും ഒരു പ്രോഗ്രാമല്ല ഇത്. കഴിഞ്ഞ 6 വർഷത്തെ നമ്മുടെ എക്സ്പീരിയൻസും 3000-ലധികം ആളുകളെ ട്രാൻസ്ഫോം ചെയ്ത അറിവും വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ് സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം. നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ അല്ലെങ്കിൽ പിൻ ചെയ്ത കമന്റിലോ ക്ലിക്ക് ചെയ്യൂ. നിങ്ങളുടെ ലൈഫിലെ മാറ്റം ഇപ്പോൾ തുടങ്ങുന്നു. കൂടാതെ നിങ്ങൾ ലെഗ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഫോഴ്സ് എടുത്ത് ചെയ്യുക. നിങ്ങളുടെ ലെഗ് മസിൽസ് എത്രത്തോളം സ്ട്രോങ് ആകുന്നോ, എത്രത്തോളം ഭാരം നിങ്ങൾക്ക് കാലുകൾ കൊണ്ട് ഉയർത്താൻ കഴിയുന്നോ, അത്രത്തോളം നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ കൂടാൻ തുടങ്ങും. അടുത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നിങ്ങൾ കാണാൻ വളരെ സുന്ദരനാണെങ്കിലും, മുടി നല്ലതാണെങ്കിലും, സ്കിൻ വളരെ മികച്ചതാണെങ്കിലും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ മോശമാണെങ്കിൽ നിങ്ങൾക്ക് അട്രാക്റ്റീവായി തോന്നില്ല. നിങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാകും. അവർക്ക് നല്ല നിറമില്ലായിരിക്കാം, മുടിയും അത്ര നന്നായിരിക്കില്ല, പക്ഷെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അടിപൊളിയായിരിക്കും. അവർ കാണാൻ അട്രാക്റ്റീവായി തോന്നും. ഒറ്റയടിക്ക് തോന്നില്ലായിരിക്കാം, പക്ഷേ സമയം കഴിയുമ്പോൾ അവരുടെ സംഭാഷണം കേൾക്കുമ്പോൾ നിങ്ങൾക്കും മറ്റുള്ളവർക്കും അവർ അട്രാക്റ്റീവായി തോന്നും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും ഈസി വഴി നിങ്ങളുടെ ഇന്റലിജൻസ് വർദ്ധിപ്പിക്കുക എന്നതാണ്. നിങ്ങൾ കൂടുതൽ ഇന്റലിജന്റ് ആണെങ്കിൽ, കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഒപ്പീനിയൻ പറയാൻ സാധിക്കും. അതുവഴി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെച്ചപ്പെടും. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ ന്യൂസ് പേപ്പേഴ്സ് വായിക്കാൻ തുടങ്ങുക. ജനറൽ നോളജ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക. അപ്പോൾ നിങ്ങളുടെ അറിവ് വർദ്ധിക്കും. നിങ്ങളുടെ അറിവ് മെച്ചമാകുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും മെച്ചപ്പെടും. എന്നാൽ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. അതാണ് സോഷ്യൽ ഗാദറിംഗ്സ്. നിങ്ങൾ സോഷ്യൽ ഗാദറിംഗ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ, പാർട്ടികളിലോ ഫംഗ്ഷനുകളിലോ ബർത്ത്ഡേ പാർട്ടികളിലോ കല്യാണങ്ങളിലോ പോകുകയാണെങ്കിൽ, ആളുകളുമായി സംസാരിക്കുകയാണെങ്കിൽ, വീട്ടിലുള്ളവരുമായി നന്നായി സംസാരിക്കാൻ പഠിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ സ്ട്രോങ് ആകും. നിങ്ങളൊരു സുന്ദരനും അട്രാക്റ്റീവായ വ്യക്തിയായി അറിയപ്പെടും. ഈ ടിപ്സ് എല്ലാം ഇന്നു മുതൽ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങുക. 1 മാസത്തിനുള്ളിൽ നിങ്ങൾ വേറെ ലെവൽ അട്രാക്റ്റീവ് ആകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.